നമുക്ക് ബാലിന്റെ കോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് അനുവിനെ കാണാൻ വേണ്ടി അലോക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പം അനുശ്രീ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അലോകിനെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ക്ഷേത്രത്തിന്റെ അവിടെ അനുശ്രീ നിൽക്കുന്ന സമയത്ത് അലോക് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. പിന്നീട് അലോക് ചെന്ന ഉടനെ അനുശ്രീ ചോദിച്ചു ഇപ്പൊ കൈക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. കൈക്കൊന്നും കുഴപ്പമില്ല, അതൊക്കെ അപ്പോഴേ പോയെന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കണേ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ കരുതി ഇനിയിപ്പോൾ ആ കള്ളന്മാര് നിന്നെ തള്ളിയിട്ട സമയത്ത് നിന്റെ ദേഹത്തിന് എന്തേലും വേദനയോ വിഷമമുണ്ടോ അതൊക്കെ ഞാൻ ഓർത്തായിരുന്നു പറയാം. അതൊന്നും കുഴപ്പമില്ല ലോകെ, എനിക്കിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എൻ്റെ ഇപ്പോഴത്തെ വിഷമം എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ, അതിന് ബാലമാമ സമ്മതിച്ചാൽ മാത്രമേ ഇനിയിപ്പോൾ അപ്പച്ചിയെ കാണാൻ പറ്റുള്ളൂ. ബാലമാമ വന്ന് വിളിക്കട്ടെ എന്ന് പറയാം. അച്ഛൻ വന്ന് വിളിക്കില്ല, ഞാൻ അച്ഛനോട് സംസാരിച്ചെന്ന് പറയാണ്. സംസാരിച്ചോ? അതെ, ഞാൻ അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ എന്ത് ചെയ്താ വന്ന് വിളിക്കത്തില്ല. അച്ഛൻ അമ്പിനും വെല്ലിനും അടുക്കത്തില്ല. എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്യാം അലോകെ, അലോകെ എങ്ങനെയെങ്കിലും അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അമ്മയെ ദേവമംഗലത്തേക്ക് പറഞ്ഞു വിട് എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലോക് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞാൽ അപ്പച്ചി അനുസരിക്കണ്ടേ? അപ്പച്ചിക്കും വാശിയുള്ള കൂട്ടത്തിലല്ലേ? അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ. ബാലമാമ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന പണിയാണോ ചെയ്തേ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. ഇത്രയും കാലം എൻ്റെ അപ്പച്ചി അവിടെ കഴിഞ്ഞല്ലേ? എന്നിട്ട് നിഷ്കരുണ എൻ്റെ അപ്പച്ചിനെ വലിച്ചെറിഞ്ഞിട്ടല്ലേ ഇപ്പൊ അവിടെ ആരൊക്കെയാ? ആ ശ്രീദേവി എന്ന് പറയുന്ന അവരുടെ അച്ഛനും അമ്മയൊക്കെയല്ലേ വന്ന് കയറിയിരിക്കുന്നേ. അത് ദേവമംഗലത്തെ നാശത്തിന് വേണ്ടിയാ. അനു, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ അനുശ്രീ പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അവരവിടെ വന്നേ. അവരിപ്പോൾ അവിടെ അധികാരം സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. എന്തിന് വേദന ഇപ്പൊ അവരാണ്. അച്ഛന് ഉപദേശം കൊടുത്തോണ്ടിരിക്കണം എന്ന് പറയാ. അതാ ഞാൻ പറഞ്ഞേ, അവരെ ആ വീട്ടിൽ നിന്ന് ഓടിക്കണം, അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. പിന്നെ അപ്പച്ചി അങ്ങോട്ടേക്ക് വരണമെങ്കിൽ ബാലമാമ വന്ന് വിളിക്കുകയും ചെയ്യണം. അല്ല, ഞാൻ വന്ന് വിളിച്ചാലോ? അനു വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചി വരുമെന്ന് ആരാ പറഞ്ഞത്? ഒരിക്കലും അപ്പച്ചി വരാനായിട്ട് പോകുന്നില്ലെന്ന് പറയണം. എനിക്ക് തോന്നേ ഇപ്പൊ ബാലമാമ ചെയ്യുന്ന എന്താണെന്നറിയോ? അപ്പച്ചി അങ്ങോട്ടേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കില് പോരാത്തതിന് ഈ പറയുന്ന ശ്രീദേവി അടുത്തിടെ അച്ഛൻ്റെ അമ്മയുടെ ഉപദേശം കൂടെ ആകുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ പൂർത്തിയാവുമെന്ന് പറയാം. ഇനിയിപ്പോൾ എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയണം. എങ്ങനെയെങ്കിലും അലോക് സംസാരിച്ച് അമ്മയെ വീട്ടിലേക്കൊന്ന് പറഞ്ഞു വിടണം. എനിക്ക് അമ്മയൊന്ന് കാണണം, എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കാൻ പറ്റണമെന്ന് പറയണം. ഞാൻ നോക്കട്ടെ, വീട്ടിൽ ചെന്നിട്ട് ഞാൻ അപ്പച്ചിയോടൊന്ന് സംസാരിച്ച് നോക്കാം. എന്തേലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാന്നൊക്കെ പറയണം. പിന്നീട് അനുശ്വരോട് പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട, തൽക്കാലത്തേക്ക് ധൈര്യമായിട്ടിരിക്കുക. എന്ത് വന്നാലും ഏത് വന്നാലും ഞാനില്ലേ കൂടെ എന്നൊക്കെ അലോക് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അനുശ്രീക്ക് അലോകിനോട് അടുപ്പം തോന്നി. കാരണം വലിയ ശത്രുക്കളാണ്, എന്നിട്ട് പോലും തന്നെ രക്ഷിക്കാനായിട്ട് വന്നല്ലോ അലോക് വന്നല്ലോ. അത് മാത്രമല്ല ഇപ്പൊ തന്നോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ. തന്റെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ തനിക്കൊരു ആശ്വാസവാക്ക് പറയുന്നുണ്ടല്ലോ. അതൊക്കെ അലോകിന്റെ ഒരു നമ്പരാന്നുള്ള കാര്യം അനുക്കുട്ടിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അനുക്കുട്ടി പകുതി സന്തോഷത്തോടു കൂടിയിട്ടാണ് തിരികെ വീട്ടിലേക്ക് വരുന്നത്. അലോകിന് സന്തോഷമായി. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇപ്പൊ അവൾക്ക് തന്നെ ഏകദേശം വിശ്വാസമുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവും. ഇവളുടെ വിശ്വാസം ആദ്യം നേടിയെടുക്കണം, എന്നിട്ട് വേണം പതുക്കെ കാര്യത്തിലേക്ക് കടക്കാനായിട്ട് എന്നൊരു ചിന്തയായിരുന്നു അലോകിന്റെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് അലോക് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഗോമതി നല്ല വിഷമത്തിലായിരിക്കണേ. അപ്പോഴേക്കും ഗോമതിയുടെ അടുത്തേക്ക് രാജശ്രീയും നന്ദിനിയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ നന്ദിനിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേനും രാജശ്രീ ചോദിച്ചു അല്ല എന്തിനാ ഗോമതി ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ? സങ്കടപ്പെട്ടിരിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ചേച്ചി ഇവിടെ സങ്കടപ്പെട്ടിരിക്കും, അവിടെ ബാലേട്ടൻ ഭയങ്കര സന്തോഷത്തിലാ. കണ്ടില്ലേ അവിടെ ആ ശ്രീകലയുമായിട്ട് എന്ത് ചിരിയും കളിയും വർത്താനമായിരുന്നു. ചേച്ചി എന്നിട്ട് എന്തിനാ ഇവിടെ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിക്കണം. നന്ദിത പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യ, വെറുതെ വിഷമിച്ചിരിക്കണ്ട ഗോമതി ചേച്ചി. ചേച്ചിയുടെ ഈ വിഷമങ്ങളൊക്കെ മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ വേദനിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ഭയങ്കര സങ്കടമായി. ഗോമതി പറഞ്ഞു അതെ, ഒരാളെ ഏറ്റവും ചതിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? അവരെ അങ്ങോട്ട് സ്നേഹിക്കുക, അവസാനം സ്നേഹിച്ചിട്ട് വലിച്ചെറിയുക. അപ്പൊ അത്രയും വലിയൊരു വേദന അയാൾക്ക് നമുക്ക് കൊടുക്കാനില്ല. അപ്പൊ അതുപോലൊരു കാര്യം ഇവിടെ ബാലേട്ടൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്നല്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലോകിന്റെ സന്തോഷ സമാധാനമായി. അലോക് രാജശ്രീയെ നോക്കണം. രാജശ്രീ പിന്നീട് എരിപൊരി കയറ്റി കൊടുക്കാൻ തുടങ്ങി. അതാ പറഞ്ഞത്, ഇത്രയും കാലം കണ്ണേ കരളെ പൊന്നേന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ചേച്ചിനെ പൊതിഞ്ഞു വെച്ചോണ്ടിരുന്നല്ലേ ഒരു നിമിഷമല്ലേ ഇറക്കി വിട്ടത്. എന്തേലും കാര്യമുള്ള കാര്യത്തിനാണേലും കുഴപ്പമില്ല. പക്ഷെ അവർക്ക് കാര്യമൊന്നും അറിയില്ല. അവരോട് ഗോമതി ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യമില്ലാതെ ഇറക്കി വിട്ടില്ലേന്ന് ചോദിക്കണം. അപ്പോഴേക്കും അനന്തനെ അങ്ങോട്ടേക്ക് വന്നു. അനന്തനെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദിത പറഞ്ഞു കണ്ടില്ലേ ഗോമതി ചേച്ചി ആഹാരം പോലും കഴിക്കാതിരിക്കുന്ന ഇരിപ്പ.
പറഞ്ഞിട്ട് ആഹാരം കഴിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിയോട് അനന്തം പറഞ്ഞു, എന്താ ഗോമതി ഇത്, നീ ആഹാരം കഴിക്കാതിരുന്ന് വല്ല അസുഖം പിടിവിട്ടിട്ടുണ്ടെങ്കിലോ ഞങ്ങൾ തന്നെ വേണ്ടേ വീണ്ടും നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്. അല്ല അത് പിന്നെ അനന്തേട്ടാ നീ കൂടുതലൊന്നും പറയണ്ട, നിന്റെ വേദനയും വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ ഞങ്ങളുടെ വിഷമോ, എത്രയോ വർഷക്കാലം നിന്നെ കാണാതിരുന്ന് നീ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ ചങ്ക് പൊട്ടി ഞങ്ങൾ വേദനിച്ചു. ഇപ്പം നിനക്ക് മനസ്സിലാവുന്നുണ്ട് ആ വേദന എന്താന്ന്. ഇത്രയും വർഷക്കാലം ഞങ്ങൾ വേദനിച്ചതിന് ദൈവം ഞങ്ങൾക്കൊരു ബലം തന്നിരിക്കുക. കാരണം ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ട് തിരികെ വരാൻ തോന്നിയല്ലോ. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിലോ. ബാലൻ പറയും എവിടെയായാലും പോയി ചത്തോട്ടെ എന്ന് പറയത്തുള്ളൂ എന്ന് പറയാണ്. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഗോമതി ഇങ്ങനെ ആലോചിച്ചു, ചിലപ്പോൾ ശരിയായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ ഇവർ തന്നോടൊപ്പം നിന്നല്ലോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് നല്ല സങ്കടം വന്നു. ആ സമയത്ത് ദേവമംഗലത്ത് മീനാക്ഷിക്കും മിത്രയ്ക്കും ഭയങ്കര സങ്കടമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴാണെങ്കിലും ബാലനാണെങ്കിലോ ഉദയബാലനും ശ്രീകലയും പറയുന്നതല്ല അപ്പടി അനുസരിക്കുന്നത്. ശ്രീകലയാണെങ്കിലോ ബാലനെ ഊട്ടാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുക. ചിക്കൻ കറി വെക്കുന്നു, മട്ടൻ കറി വെക്കുന്നു എന്ന് വേണ്ട വമ്പം പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നത്. അപ്പൊ ഗോമതി ഇല്ലാത്തതിന്റെ കുറവ് താൻ അവിടെ നികത്തും എന്നൊരു ചിന്തയായിരുന്നു ശ്രീകലയുടെ മനസ്സറിയാം. ഒന്നിനൊരു കുറവ് വരില്ല ബാലേട്ടന്. കാരണം ബാലയുടെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പാടില്ല. അതിനു വേണ്ടുന്ന സ്നേഹവും കരുതലോടൊക്കെ കൊടുത്തിട്ടാണ് ഉദയഭാനും ശ്രീകല ഇങ്ങനെ നിൽക്കണം തന്നെ. പിന്നീട് അവരുടെ ഈ പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കും മിത്രയ്ക്ക് സഹിക്കുമോ. പിന്നീട് മീനാക്ഷി വന്നിട്ട് മിത്രോട് പറഞ്ഞു, എനിക്കാണ് നല്ല ദേഷ്യം വരുന്നുണ്ട്. അച്ഛനിപ്പോൾ എന്ത് പറഞ്ഞാലും ആ ശ്രീകലാൻറ്റി ഉദയഭാനുവങ്ങളും പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ, നമ്മൾ പറയുന്നൊന്നും കേൾക്കണില്ല എന്ന് പറയാം. മിത്ര പറഞ്ഞു, അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചിന്ന് ചോദിക്കുക. ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. അതിനു മുമ്പ് നമുക്കൊരു തീരുമാനം എടുക്കണമെന്ന് പറയണം. എത്രയും പെട്ടെന്ന് തന്നെ ശ്രീദേവി എടുത്തിട്ട് അച്ഛനും അമ്മയും ഇവിടുന്ന് പായിക്കണം, അല്ലെങ്കിൽ ഈ കുടുംബം തന്നെ ഇല്ലാതായിപ്പോ. കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അവരുടെ മനസ്സിൽ വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ട്. എനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മീനാക്ഷി പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ അങ്ങോട്ടേക്ക് വരുവാണ്. ആര്യം വന്നിട്ട് ചെന്താ രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, എന്ത് ചെയ്യാൻ എൻ്റെ ആര്യ, ഒന്നും പറയണ്ട, കൂനുമേ കുരു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമേൽ ഒന്ന് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയണം. പ്രശ്നങ്ങളോ, ഇപ്പം എന്താ പുതിയ പ്രശ്നം? പുതിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശ്രീകലാൻറ്റി ഉദയഭാനുവങ്കളാന്ന് പറയണേ. അവർക്കെന്ത് പറ്റി? ശ്രീകലാൻറ്റി വീട്ടിൽ ആധിപത്യം സ്ഥാപിച്ചു. പിന്നെ ഉദയഭാനുവങ്കൾ കടയിലും. ഇപ്പം കടയിൽ നിന്ന് വന്നിട്ടുണ്ട്. കടയിൽ നിന്ന് വന്നിട്ട് വലിയ പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നു പറയണ. വലിയ പ്രശ്നമോ? അതെ, ഉദയഭാനു അങ്ങളുടെ കടയിൽ നിന്ന് അടിച്ചോടിച്ചെന്ന് ആകാശ് ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞെന്ന്. ഇറങ്ങിപ്പോവാൻ പറഞ്ഞെന്ന്? അതെ, ആ സമയത്ത് എൻ്റെ അച്ഛനോടെ ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ച എന്താ സംഭവം എന്നാന്നും ഈ സമയത്ത് മിത്രയ്ക്കോ മീനാക്ഷിക്കോ ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. ഉദയഭാനു വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഇറക്കി വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉദയഭാനു അങ്കിള് വന്ന് അച്ഛനോട് പരാതി പറഞ്ഞു. പോരെ പൊടിപൂരം, അച്ഛൻ ആകെപ്പാടെ കട്ടക്കലിപ്പിലിരിക്കുവാന്ന് പറയണം. ഇനി ആകാശം വന്നു കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എനിക്കറിയില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാട്ടോ, എന്താണെങ്കിലും ആകാശേട്ടൻ പഴയ പോലെയല്ല. ഇപ്പൊ ആകാശേട്ടൻ എന്തോ വലിയ ഇതാ, ഈ വീട്ടിൽ വരുന്നുണ്ട് പോകുന്നുണ്ട് കടയിൽ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും ആകാശേട്ടൻ്റെ ഉള്ളിൽ വേറെ എന്തോ സംഭവം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മീനാക്ഷി അടുത്തിൽ അച്ഛൻ മിക്കവാറും ആകാശേട്ടനെ മീനാക്ഷി അടുത്തേയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രമാണെന്ന് എനിക്ക് തോന്നണമെന്ന് പറയാം. ആരിനുള്ള കാര്യം മുഖത്ത് നോക്കി അങ്ങോട്ട് പറയും. മീനാക്ഷി പറഞ്ഞേ, അതൊന്നും നടക്കില്ല ആര്യ, ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആകാശിനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുള്ളൂ. എൻ്റെ വീട്ടുകാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഒപ്പം നിൽക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറയാം. ആര്യം പറഞ്ഞു, ഇതൊക്കെ ശരി തന്നെയാ, പക്ഷേ എങ്കിൽ മീനാക്ഷി അടുത്തേയും ബ്രെയിൻ വാഷ് ചെയ്യുമെന്ന് പറയാം. എന്തൊക്കെ ബ്രെയിൻ വാഷ് ചെയ്താലും ഞാൻ പോകത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് ഞാൻ ആകാശിനോടൊപ്പം പോകുന്ന സമയത്ത് എനിക്കൊരു തണൽ തന്നെ ദേവമംഗലത്തെ അച്ഛനും അമ്മയൊക്കെയാ. അപ്പം അവരെ വിട്ടുപിരിഞ്ഞ് ഞാൻ പോകത്തില്ല. പിന്നെ ആകാശിന് ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനും പോകുന്നില്ല. ആകാശിന്റെ ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. അച്ഛൻ എന്താളും കട മേടിച്ചു കൊടുത്താലും ആകാശൻ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏൽപ്പിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് ആര്യം പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെയാ, പക്ഷെ ആകാശാണ്ട് ഇപ്പോഴത്തെ പോക്ക് കണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നേ. ആകാശാണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ തോന്നേ. പഴയ ആകാശാണ്ടൊന്നുമില്ല, ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് മിത്ര പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം, ഈ സമയത്ത് എങ്ങാനും ആകാശാണ്ട് ഇങ്ങോട്ട് വന്ന പ്രശ്നമോ, അല്ല ആകാശേട്ടൻ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് പോയി അന്വേഷിച്ച് പോയിട്ട് വരാം. ഇനിയിപ്പോൾ ആകാശേട്ടനെ കണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ, എന്താന്നൊക്കെ ചോദിക്കട്ടെ, കടയിൽ നടന്ന് എന്താന്നൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആര്യൻ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ആകാശും രവീന്ദ്രനും കൂടെ ഒരു കടയിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. കടയുടെ അവിടെ ചെന്ന് ഷട്ടറൊക്കെ താത്തിയിട്ടിരിക്കുക. പിന്നെ ആ കട കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ പരിസരമൊക്കെ കൊള്ളാമെന്ന് ചോദിക്കുക. കൊള്ളാലോ എന്ന് പറയാണ്. ഇവിടെയാണ് നമ്മൾ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങണേന്ന് പറയാണ്. സൂപ്പർ മാർക്കറ്റോ? ഞാൻ മുമ്പ് ആകാശിനോട് പറഞ്ഞില്ലായിരുന്നോ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം? അല്ല അത് പിന്നെ അങ്കിളെ, ഇത് ആകാശിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റാ.
വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെയാ, ഗോമതി സ്റ്റോഴ്സ് പോലെയൊന്നും അല്ല, വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെ തുടങ്ങണേന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, അല്ലാതെങ്കിൽ അങ്ങനെ അതിന് കുറേ പണമൊക്കെ ആവില്ലേ? അതേക്കുറിച്ച് ഓർത്ത് ആകാശ് വിഷമിക്കണ്ട. എനിക്ക് ഒറ്റ മോളോ ഉള്ളതെന്നറിയാലോ. ഞാൻ ഇതൊക്കെ സേവ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാ? അവൾക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലേലും ഇനി എത്ര നാളെ ഗോമതി സ്റ്റോഴ്സിൽ പിടിച്ചിരിക്കാൻ പറ്റും? വേറെ ഒരു എടുത്തു കൊടുക്കാനായിട്ട് എത്ര കാലം? അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കേ, കടയുടെ ചുമതലയൊക്കെ ഇപ്പം ശ്രീദേവിക്കും ശ്രീദേവിയുടെ അച്ഛനും ഒക്കെ അല്ലേ? അപ്പോൾ ആകാശിന് അവിടെ ഒരു വിലയും കാണത്തില്ല. ആകാശ് ഇവിടെ ഈ കടയെ നോക്കി പോയാൽ മതി, നല്ല അതിഗംഭീരമായിട്ട് കട മുന്നോട്ട് കൊണ്ടായിട്ട് ആകാശിന് സാധിക്കും. ഇങ്ങനെ എടുത്തു കൊടുക്കാൻ നിൽക്കുകയും വേണ്ട, സ്വന്തം കടയല്ലേ, കുറച്ച് ജോലിക്കാരെ മാത്രം നിർത്തിയാൽ മതി എന്ന് പറയണേ. വെച്ചിട്ട് കയറ്റുമായിരിക്കും. പിന്നെ ആകാശിന് കടയിൽ നിന്ന് നല്ല പരിചയമുള്ളതുകൊണ്ട് കടയുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാമല്ലോ എന്ന് പറയണം. അല്ലെങ്കിൽ ഇനി ആ വീട്ടിൽ പിടിച്ചു വയ്ക്കാനായിട്ട് ആകാശിനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശിനും തോന്നി അങ്കിൾ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമെന്ന്. അപ്പോഴേക്കുമാണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശം ആര്യ വരാനൊക്കെ പറയണം. പിന്നീട് ആര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശം പറഞ്ഞു, ഇത് കണ്ടോ, ഇത് രവീന്ദ്രൻ ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റാന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, ഞാനല്ല, ആകാശിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റാന്ന് പറയാം. ആര്യം പറഞ്ഞു, എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ? അത് പിന്നെ വേറൊന്നും അല്ല ആര്യ, ആരിനറിയാലോ, ഗോമതി സ്റ്റോഴ്സിൽ ഇനിയിപ്പോൾ ആകാശം എന്നിട്ടൊരു കാര്യമാണെന്ന് തോന്നില്ല. ആ ശ്രീദേവിയുടെ അച്ഛനും അമ്മയൊക്കെയാണ് അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. അധികം വൈകാതെ ബാലിനെ പോലും ആ കടയിൽ നിന്ന് അടിച്ച് വെളിയിലാക്കും. അതിനു മുമ്പ് തന്നെ ഞാൻ ആകാശിന് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി കൊടുക്കാന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ ആകാശ് പെരുവീഴിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരൂലേ? നമ്മുടെ കാര്യം നമ്മൾ നോക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ആരും ചോദിച്ചു, ഇതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോ ആകാശേട്ടാ? എന്തുകൊണ്ട് ശരിയാകുന്നില്ല? ഞാൻ നോക്കിയിട്ട് ഇതാ നല്ല കാര്യം തോന്നേ. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, എന്നെ ആ കടയിൽ നിന്ന് അടിച്ചിറക്കി വിട്ട ഒരു ദിവസം ആ ശ്രീദേവി, ഇതിനെ ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. ഉറപ്പായിട്ടും ഗോമതി സ്റ്റോഴ്സ് ഞാൻ പൂട്ടൂന്ന് പറയാണ്. ആ ശ്രീദേവിയും ഉദയഭാനും ഒക്കെ കടയിലിരിക്കുന്നെങ്കിൽ അത് പൂട്ടിക്കാനായിട്ട് എനിക്കും അറിയാമെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആരിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആരിന് വല്ലാത്തൊരു വിമിഷ്ടമായിപ്പോയി. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, അല്ല അങ്കിള് പറയുന്നതിലും കാര്യമുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഗോമതി സ്റ്റോഴ്സ് പൂട്ടും. അച്ഛൻ കടയിലേക്ക് വരുന്നില്ല. പിന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ശ്രീദേവിയടുത്ത് അല്ലേന്നൊക്കെ ചോദിക്കുകയാണ്. ആരിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഹരിൻ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.